വെൽക്കം റഹ്മാനാണ്. ബാക്കംസ്ട്രി ഗ്ലൂക്കോസ് മെറ്റബോളിസം സീരീസിലെ തേർഡ് വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ഗ്ലൈക്കോളിസിസ് ആയിരുന്നു. ഗ്ലൈക്കോളിസിസിൽ നമ്മൾ പറഞ്ഞത് ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് നടന്ന് 2 പൈറുവേറ്റ് ആയി എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ഈ പൈറുവേറ്റിന് എന്ത് പറ്റി, ഫേറ്റ് ഓഫ് ദിസ് പൈറുവേറ്റ് പറയണം. അതാണ് ഒരു ഭാഗം. രണ്ടാമത്തത് നമ്മൾ പറയേണ്ടത് ഫേറ്റിൽ തന്നെ വരുന്നതാണ്. ഈ പൈറുവേറ്റ് അസറ്റൈൽ കോ എ ആയിട്ട് മാറുന്നുണ്ട്. അസറ്റൈൽ കോ എ. സോ അതിനെ സഹായിക്കുന്നതാണ് മുകളിൽ എഴുതിയിരിക്കുന്ന പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം കോംപ്ലക്സ് ആണ്. സോ അപ്പൊ അതിന്റെ പ്രവർത്തനം നമുക്ക് പറയാം. സോ നമുക്ക് ഫേറ്റ് ഓഫ് പൈറുവേറ്റ് പറയണം, പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സിന്റെ ആ പ്രവർത്തനങ്ങൾ പറയണം, അതിന്റെ റെഗുലേഷൻ പറയണം, അതിന്റെ ഇമ്പോർട്ടൻസ് പറയണം. സോ പൈറുവേറ്റ് ഉണ്ടായത് നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസിൽ നിന്നാണ്. ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോളിസിസ് വഴി 10 സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു. സോ ഇഫ് ഗ്ലൂക്കോളിസിസ് ഈസ് അനൈറോബിക് ആണെങ്കിലോ, ഇഫ് ദിസ് ഈസ് അനൈറോബിക് ആണെങ്കിൽ ഈ പൈറുവേറ്റ് വിൽ ബി കൺവേർട്ടഡ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജിനേറ്റ് ടു ലാക്ടേറ്റ് ആയിട്ട് മാറും. ലാക്ടേറ്റ് ആയിട്ട് മാറുന്നത് ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം വഴിയാണ്. സോ ഇതാണ് ഒരു മാർഗം, ലാക്ടേറ്റ് ആയിട്ട് മാറുക. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് പൈറുവേറ്റിന് അലാനിൻ ആയിട്ട് മാറാം. അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്, ബൈ ട്രാൻസാമിനേഷൻ ആണ്. അതിന്റെ എൻസൈമിന്റെ പേര് അലാനിൻ ട്രാൻസാമിനേസ് എന്നാണ്, അല്ലെങ്കിൽ SGPT എന്ന് നമ്മൾ അതിനെ വിളിക്കും. മറ്റൊരു വഴി പൈറുവേറ്റിനെ നമുക്ക് കാർബോക്സിലേഷൻ നടത്തിക്കഴിഞ്ഞാൽ, കാർബോക്സിലേഷൻ നടത്തിയാൽ COOH പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് മാറും. സോ അപ്പൊ നമുക്ക് പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും നമുക്ക് ഇവിടെ വേണം. ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട വഴി, അത് പറയാം. അതിനുമുമ്പ് പൈറുവേറ്റ് ഉണ്ടാവാനുള്ള വഴികൾ നമുക്കൊന്ന് പറഞ്ഞേക്കാം. ഒന്ന് ഗ്ലൈക്കോളിസ് ആണ്. ഗ്ലൈക്കോളിസ് അല്ലാതെ വീണ്ടും പൈറുവേറ്റ് ഉണ്ടാവാനായിട്ട് ഒന്ന് ലാക്ടേറ്റിൽ നിന്ന് പൈറുവേറ്റ് ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് തിരിച്ചുണ്ടാക്കിയെടുക്കാം. നമ്മളപ്പോൾ ഇവിടെ നേരത്തെ ചിലവാക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. സോ വി ഹാവ് ടു സ്പെൻഡ് NADH, നമുക്ക് NAD+ ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇതിങ്ങോട്ടേക്ക്. സോ അനൈറോബിക് ഗ്ലൈക്കോളിസിസ്. സോ ഈ സ്റ്റെപ്പ് നടക്കുന്നത് ലാക്ടേറ്റ് പൈറുവേറ്റ് ആകുന്നത് ഗ്ലൂക്കോനിയോജെനിസിസിലാണ്. ഗ്ലൂക്കോനിയോജെനിസിസിൽ ഇത് നടക്കാം. ഇനി അലാനിൽ നിന്ന് സെറിൻ വഴി, അലാനിൻ ആദ്യം സെറിൻ ആകുന്നു, ദെൻ സെറിനിൽ നിന്ന് സെറിൻ ഡീഹൈഡ്രോജിനേസ്, സെറിൻ അമിനോ ആസിഡ് ഡീഹൈഡ്രോജിനേസ് വഴി പൈറുവേറ്റ് ആകും. സോ ഇവിടെ നമുക്ക് വൈറ്റമിൻ B6 പിരിഡോസാൽ ഫോസ്ഫേറ്റ് അങ്ങനത്തേക്കുള്ള സംഭവങ്ങൾ വേണം. ദെൻ എൻസൈം അലാനിനെ അങ്ങോട്ടേക്ക് ആക്കാനായിട്ട് നമുക്ക് വീണ്ടും SGPT അലാനിൻ ട്രാൻസാമിനേസ് ഒക്കെ വേണം. ഇനി വേറൊരു അമിനോ ആസിഡ് സിസ്റ്റീൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്ന്, സിസ്റ്റീനിൽ നിന്ന് നമുക്ക് പൈറുവേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനെ ഡീസൾഫേറ്റ് ചെയ്താൽ മതി. സിസ്റ്റീനിൽ സൾഫേറ്റ് ഉണ്ട്, അത് മാറ്റണം. പക്ഷെ നമ്മൾ പറഞ്ഞു പൈറുവേറ്റിന്റെ പ്രധാനപ്പെട്ട ഫേറ്റ് ഓഫ് പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ടു അസറ്റൈൽ കോ എ. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ടു അസറ്റൈൽ കോ എ ആകുന്നതാണ് പ്രധാനപ്പെട്ട ഫേറ്റ്. ആൻഡ് ഇതിന് വേണ്ട എൻസൈം ആണ് നമ്മൾ എഴുതിയ പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ് എന്ന് പറയും. സോ ഗ്ലൈക്കോളിസിസ് നടന്നത് ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് ഉണ്ടായതെല്ലാം സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഇവിടെ വെച്ചാണ് സംഭവങ്ങളെല്ലാം നടന്നത്. പിന്നെ അസറ്റൈൽ കോ ഉണ്ടാവണമെങ്കിൽ മൈറ്റോകോൺട്രിയയിലേക്ക് പോകണം. സോ ഞാൻ മൈറ്റോകോൺട്രിയ വെറുതെ ജസ്റ്റ് മൈറ്റോകോൺട്രിയ ആണെന്ന് വിചാരിക്കുക. മൈറ്റോകോൺട്രിയയിലേക്ക് കടന്നാൽ മാത്രമാണ് അസറ്റൈൽ കോ ഉണ്ടാവുക. സോ നമുക്ക് ആദ്യം ഇപ്പോൾ പൈറുവേറ്റ് ഔട്ടർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ കടക്കണം. ഇതും കടക്കുന്നു. ദെൻ പിന്നീട് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ കടക്കണം. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ കടക്കണമെങ്കിൽ നമുക്കൊരു H+ കൂടി അതിനൊപ്പം കടക്കണം. സോ H+ കൂടി കടക്കുമ്പോഴാണ് കോ ട്രാൻസ്പോർട്ടാണ്, പൈറുവേറ്റും കൂടി അകത്ത് കയറുമ്പോൾ പൈറുവേറ്റ് ആകുന്നത്. ആൻഡ് ഇവിടെ ഇൻസൈഡ് ദിസ് ഇന്നർ മൈറ്റോകോൺട്രിക് മെംബ്രെയിനിലാണ് നമ്മുടെ ഈ പറയുന്ന എൻസൈം പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ് ഉള്ളത്. ആൻഡ് അതുവഴിയാണ് നമ്മൾ അസറ്റൈൽ കോ എ ഉണ്ടാക്കുക. സോ ഫസ്റ്റ് തിങ് പറയാനുള്ളത്, ഇതൊരു മൾട്ടി എൻസൈം കോംപ്ലക്സ് ആണ്, മറ്റൊരു എൻസൈം അല്ല, മൾട്ടി എൻസൈം കോംപ്ലക്സ് ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത്, ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ്. സോ എൻസൈം ഉള്ളത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ് എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത്തത് മൾട്ടി എൻസൈം കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞാൽ എത്ര എൻസൈംസ് ഉണ്ടെന്ന് പറയണം. E1, E2, E3 ഇങ്ങനെ 3 എൻസൈംസ് ഉണ്ട്. 5 കോ എൻസൈംസും ഉണ്ട്. ഏതെല്ലാമാണ് നമ്മൾ സ്റ്റെപ്സ് പറയുമ്പോൾ പറയാം. നാലാമത്തെ പോയിന്റ്, മൾട്ടി എൻസൈം കോംപ്ലക്സ് മൂലം നടക്കുന്ന ഈ റിയാക്ഷന്റെ എഫിഷ്യൻസി വർദ്ധിക്കുന്നുണ്ട്. ഒറ്റയടിക്ക് ഇതെല്ലാ കാര്യങ്ങളും കൂടി നടക്കുന്നു. റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന സംഭവം അടുത്ത എൻസൈം വഴി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. സോ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആണ്. ഒരു പ്രൊഡക്റ്റും വെറുതെ ആവുന്നില്ല. ഇനി അഞ്ചാമത്തെ ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ നമ്മൾ ഒറ്റവാക്കിൽ എഴുതി കഴിഞ്ഞാൽ പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ടു അസറ്റൈൽ കോ എ ആയി എന്ന് നമുക്ക് പറയാം. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് ഓക്സിഡേറ്റീവ് ആണ്. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ്. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ് ഇവിടെ നടക്കുക. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ പൈറുവേറ്റ്. അപ്പൊ ഉണ്ടാവുന്നത് അസറ്റൈൽ കോ ഉണ്ടാവുന്നുണ്ട്. അതിനൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? NADH+H ഉണ്ടാവുന്നുണ്ട്. ദെൻ ഡീകാർബോക്സിലേഷൻ നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ കൊടുക്കണം എന്ന് വെച്ചാൽ കോ എ നമ്മൾ കൊടുക്കണം. സോ കോ എ നമ്മൾ കൊടുക്കണം, NAD+ നമ്മൾ കൊടുക്കണം. ആൻഡ് ഈ ഉണ്ടായ അസറ്റൈൽ കോയെ സാധാരണ
രീതിയിൽ TCA സൈക്കിളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പുകൾ പറയാം. സോ ഇവിടെ ആദ്യം പൈറുവേറ്റ് നമുക്ക് CH3C ഡബിൾ ബോണ്ട് OCOO എന്ന് എഴുതാം. പൈറുവേറ്റിനെ ഡീകാർബോക്സിലേറ്റ് ചെയ്യാം. ഡീകാർബോക്സിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ നിന്ന് പുറത്തു പോയി. സോ ഇത് ചെയ്യുന്ന എൻസൈം നമ്മൾ പറഞ്ഞ E1 എൻസൈം ആണ്. E1 എൻസൈം ഈസ് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, തന്നെയാണ് ചെയ്യുക. ഈ കാർബൺ ഡൈ ഓക്സൈഡ് മാറ്റിയ സംഭവം മീൻസ് ഇപ്പോൾ ഉള്ളത് ഹൈഡ്രോക്സി ഈഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഈ ഹൈഡ്രോക്സി ഈഥൈൽ ഗ്രൂപ്പ് എങ്ങോട്ടേക്ക് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോകുന്നത് തയാമിൻ പൈറോഫോസ്ഫേറ്റ് തയാമിൻ പൈറോഫോസ്ഫേറ്റിലേക്ക് പോകും. സോ ദിസ് ഇസ് കോ എൻസൈം 1 ഇതാണ് തയാമിൻ പൈറോഫോസ്ഫേറ്റ്. അപ്പൊ ഇതെന്താകും? അപ്പൊ ഇത് ഹൈഡ്രോക്സി ഈഥൈൽ തയാമിൻ പൈറോഫോസ്ഫേറ്റ്. സോ ഹൈഡ്രോക്സി ഈഥൈൽ തയാമിൻ പൈറോഫോസ്ഫേറ്റ് ആയി മാറും. സോ ഇത് രണ്ടും ചെയ്യുന്നത് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമാണ്. സോ ഇതാണ് ഡീകാർബോക്സിലേഷൻ സ്റ്റെപ്പ് ഫോർ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി നമുക്ക് ഈ ഹൈഡ്രോക്സി ഈഥൈൽ ഗ്രൂപ്പ് വേറെ ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ലിപ്പോയിക് ആസിഡ് എന്ന് പറയുന്ന ലിപ്പോയിക് ആസിഡ്, അല്ലെങ്കിൽ നമുക്കതിനെ ഓക്സിഡൈസ്ഡ് ലിപ്പോ അമൈഡ് ഓക്സിഡൈസ്ഡ് ലിപ്പോ അമൈഡിലേക്കാണ് നമ്മൾ ഈ ഹൈഡ്രോക്സി ഈഥൈൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുക. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ഈ സംഭവം നൗ ബിക്കം അസറ്റൈൽ ലിപ്പോ അമൈഡ് ആയിട്ട് മാറും. സോ ഹൈഡ്രോക്സി ഈഥൈൽ ഗ്രൂപ്പ് അപ്പോൾ ഇതിനകത്തേക്കാണ് പിടിപ്പിക്കുക. അപ്പോൾ ഇത് അസറ്റൈൽ ലിപ്പോമൈഡ് ആയിട്ട് മാറും. അപ്പോൾ ഈ സംഭവം ഹൈഡ്രോക്സി ഈഥൈൽ TPP വിൽ കം ബാക്ക്, പഴയതുപോലെ TPP ആയിട്ട് മാറുന്നു. ആൻഡ് ഇത് ചെയ്യുന്ന എൻസൈം ഡൈഹൈഡ്രോ ലിപ്പോയിൽ ട്രാൻസ് അസറ്റിലേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഇത് ചെയ്യുക. സോ ഇപ്പോൾ TPP ഈസ് റീജനറേറ്റഡ് ബാക്ക്. ലിപ്പോയിക് ആസിഡ് ആണ് നമ്മുടെ അടുത്ത രണ്ടാമത്തെ കോഎൻസൈം. സോ കോഎൻസൈം 2 ലിപ്പോയിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ലിപ്പോമൈഡ്. ഇനി അടുത്ത സ്റ്റെപ്പും ഇത് തന്നെ അസറ്റൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ തന്നെയാണ്. അസറ്റൈൽ ലിപ്പോമൈഡിലിരിക്കുന്ന അസറ്റൈൽ ഗ്രൂപ്പ് ഇനി കൊടുക്കുന്നത് കോയക്കാണ്. കോയെ SH കൊടുക്കുമ്പോൾ അത് അസറ്റൈൽ കോഎ ആയിട്ട് മാറുകയാണ്. അസറ്റൈൽ കോഎ ആയിട്ട് മാറുന്നു. അപ്പൊ ഇതെന്തായിട്ട് മാറും? ഇത് മാറുന്നത് ഡൈഹൈഡ്രോ ലിപ്പോയിക് ആസിഡ്, അല്ലെങ്കിൽ നമുക്കതിനെ റെഡ്യൂസ് ലിപ്പോമൈഡ് എന്ന് വിളിക്കും. ഇത് ചെയ്യുന്നതും ഇതേ എൻസൈം തന്നെയാണ്. ഡൈഹൈഡ്രോ ലിപ്പോയിൽ ട്രാൻസ് അസറ്റിലേസ് തന്നെയാണ്. അപ്പോൾ ദിസ് കോഎ ഈസ് ദ നെക്സ്റ്റ് കോഎൻസൈം നമ്പർ 3, ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് എൻസൈം. സോ കോ എൻസൈം ഇതാണ്. അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഡൈഹൈഡ്രോ ലിപ്പോയിക് ആസിഡ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ലിപ്പോമൈഡ് നൗ വീണ്ടും തിരിച്ച് ഓക്സിഡൈസ്ഡ് ലിപ്പോ അമൈഡ് ആയിട്ട് മാറണം. സോ ഇത് ഒരു FAD ഡിപെൻഡന്റ് റിയാക്ഷൻ ആണ്. സോ ഇവിടെ FAD ഈസ് കൺവേർട്ടഡ് ടു FADH2 ആയിട്ട് മാറും. ആൻഡ് ഈ FADH2 നെ വീണ്ടും FAD ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് NAD+ ഹാസ് ടു ബി കൺവേർട്ടഡ് ടു NADH+H+ ആയിട്ട് മാറണം. ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യണം. NAD-ലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യണം. സോ ഇവിടെ ഡൈഹൈഡ്രോ ലിപ്പോയിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ഓക്സിഡൈസ്ഡ് ലിപ്പോമൈഡ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ലിപ്പോയിക് ആസിഡ് ആയിട്ട് മാറുന്നെങ്കിൽ ആ എൻസൈം E3, ആ എൻസൈം ആണ് ഡൈഹൈഡ്രോ ലിപ്പോയിൽ തന്നെയാണ് ഡീഹൈഡ്രോജിനേസ് എന്നാണ് അതിന്. സോ ദിസ് ഇസ് ദ തേർഡ് എൻസൈം. ഡൈഹൈഡ്രോ ലിപ്പോയിൽ ഡീഹൈഡ്രോജിനേസ് ഇസ് ദ തേർഡ് എൻസൈം. ആൻഡ് ഇവിടെ ഇപ്പോൾ FAD ഉണ്ട്, ആൻഡ് ദിസ് NAD, ആൻഡ് ദീസ് ആർ ദ കോഎൻസൈം. സോ ദിസ് ഇസ് കോഎൻസൈം നമ്പർ 4, this is coenzyme number 5. So pyruvate dehydrogenase complex-ലെ enzymes ഏതാണ്? E1 is pyruvate dehydrogenase തന്നെയാണ്. E2 is dihydrolipoyl transacetylase, ഇതാണ് രണ്ടാമത്തെ എൻസൈം. മൂന്നാമത്തെ എൻസൈം E3 is dihydrolipoyl dehydrogenase ആണ് മൂന്നാമത്തെ എൻസൈം. 3 എൻസൈമായി. കോ എൻസൈം നമ്മൾ പറഞ്ഞത് ഒന്ന് TPP ആണ്, തൈമിൻ പൈറോഫോസ്ഫേറ്റ് ആണ്. തൈമിൻ ഇപ്പോൾ വൈറ്റമിൻ B1 തൈമിന്റെ ഡെറിവേറ്റീവ് ആണ്. ആൻഡ് ലിപ്പോയിക് ആസിഡ് എന്നുള്ള ഡെറിവേറ്റീവ് ആണ് രണ്ടാമത്തത്. ലിപ്പോയിക് ആസിഡിനുള്ള ലിപ്പോമൈഡ് ആണ് രണ്ടാമത്തത്. ആൻഡ് മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത് കോയയാണ്. കോയെ എന്ന് പറയുന്നത് വൈറ്റമിൻ പാന്തോതെനിക് ആസിഡിന്റെ ഡെറിവേറ്റീവ് ആണ്. ആൻഡ് ദിസ് FAD ഈസ് വാട്ട് ഡെറിവേറ്റീവ്? FAD വൈറ്റമിൻ B2 റൈബോഫ്ലാവിന്റെ ഡെറിവേറ്റീവ് ആണ് ഇത്. ആൻഡ് NAD എന്ന് പറയുന്നത് നിയാസിൻ, വൈറ്റമിൻ നിയാസിന്റെ ഡെറിവേറ്റീവ്. ആൻഡ് അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞ അസറ്റൈൽ കോയെ ഇങ്ങോട്ടേക്ക് പോകും. അസറ്റൈൽ കോയെ പോകുന്നത് TCA സൈക്കിളിലേക്കാണ്. ആൻഡ് ഡയസ്റ്റൈൽ നമുക്ക് ഫാറ്റി ആസിഡ് സിന്തസിസിന് നമുക്ക് ഉപയോഗിക്കാം. ദെൻ കൊളസ്ട്രോൾ സിന്തസിസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഇതിൽ നിന്ന് ഉണ്ടായ 1 മോളിക്യൂൾ ഓഫ് NADH, അതിൽ നിന്ന് നമുക്ക് 2.5 ATP ഉണ്ടാക്കി എടുക്കാം. സോ അപ്പോൾ മൊത്തം നമുക്ക് 5 ATP നമുക്ക് കിട്ടും. ഇനി ഹൗ ദിസ് പ്രോസസ് ഈസ് റെഗുലേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈറുവേറ്റിനെ നമ്മൾ അസറ്റൈൽ കോഎ ആക്കി മാറ്റുന്നു. ഈ പ്രോസസ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു വെച്ചാൽ ഒന്ന് എൻഡ് പ്രൊഡക്റ്റ് റെഗുലേഷൻ ആണ്. എൻഡ് പ്രൊഡക്റ്റ് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ എൻഡ് പ്രൊഡക്ട്സ് ഒന്ന് അസറ്റൈൽ കോയാണ്, രണ്ടാമത്തത് NADH ആണ്. സോ അസറ്റൈൽ കോയെ കൂടിയാൽ NAD
NADH കൂടി കഴിഞ്ഞാൽ ദിസ് വിൽ ഓട്ടോമാറ്റിക്കലി ഇൻഹിബിറ്റ്, ഈ പരിപാടി തടയും. സോ അതാണ് ഒരു മെക്കാനിസം. രണ്ടാമത്തെ മെക്കാനിസം, സെക്കൻഡ് മെക്കാനിസം ഈസ് കോവാലന്റ് മോഡിഫിക്കേഷൻസ് ആണ്. കോവാലന്റ് മോഡിഫിക്കേഷൻ ഓഫ് ഈ സംഭവങ്ങളെ തടയാം. സോ ഈ എൻസൈം പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഈ എൻസൈം കോംപ്ലക്സ് ആണ് നമുക്കറിയാം. ആൻഡ് ദിസ് ഈസ് ആക്റ്റീവ് ഇൻ ഡീഫോസ്ഫോറിലേറ്റഡ്. സോ ഈ സമയത്ത് ഇത് ആക്റ്റീവ് ആണ്. ആൻഡ് ദിസ് ഈസ് ഇൻആക്റ്റീവ് ആണ്. എപ്പോഴാണ് ഇൻആക്റ്റീവ്? ഇൻ ഫോസ്ഫോറിലേറ്റഡ് ഫോം. ഒരു ഫോസ്ഫേറ്റ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ദിസ് PDH ഈസ് ഇൻആക്റ്റീവ് ആണ്. ആക്റ്റീവായ PDH-നെ ഇൻആക്റ്റീവ് ആക്കുന്ന എൻസൈം ദാറ്റ് ഈസ് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് കൈനേസ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് കൈനേസ് ആണ് ഇതിന് ഇൻആക്റ്റീവ്. അപ്പോ ദിസ് ATP അസറ്റൈൽ CoA NADH ഒക്കെ ഇത് ആക്ഷൻ കൂട്ടാനായിട്ട് പറ്റും. ആൻഡ് ഇതിനെ തടയുന്നത് CoA പറ്റും, CoASH NAD+ന് പറ്റും, ADP ഇവയ്ക്കൊക്കെ ഇത് തടയാനായിട്ട് പറ്റും. ഇനി ഇനാക്റ്റീവായ PDH-നെ ആക്റ്റീവ് ആക്കുന്നത് അത് ഡീഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത്, ഈ ഫോസ്ഫേറ്റ് മാറ്റിയാൽ മതി അല്ലെ. അത് ചെയ്യുന്നത് PDH ഫോസ്ഫറ്റേസ് ആണ്. ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഇത് ചെയ്യുക. സോ ഇതിനെ ഇപ്പൊ സ്റ്റിമുലേറ്റ് ചെയ്താലോ, ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ PDH ആക്റ്റീവ് ഫോം ഉണ്ടാകും. സോ കാൽഷ്യം അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, മഗ്നീഷ്യം ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഇൻസുലിന് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ കൂടുതൽ അസറ്റൈൽ CoA അപ്പോൾ ഉണ്ടാകുമായിരിക്കും ഫലം, ബിക്കോസ് ആക്റ്റീവ് ഫോം കൂടുതലായിട്ട് ഉണ്ടാകും. സോ അതുകൊണ്ടാണ് വെൽ ഫെഡ് കണ്ടീഷൻസിൽ മോർ ഫോർമേഷൻ ഓഫ് അസറ്റൈൽ CoA ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആൻഡ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമ്മൾ പൈറുവേറ്റിൽ നിന്ന് അസറ്റൈൽ CoA ആണ് ഉണ്ടാക്കിയെടുത്തത്. പൈറുവേറ്റ് വരെ ഉണ്ടാക്കുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്. സോ ദിസ് ഗ്ലൈക്കോളിസിസ് ആണ്. ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് TCA സൈക്കിൾ. സോ ദിസ് ഈസ് എ ക്രൂഷ്യൽ ലിങ്ക് അല്ലെ, ഇതിനിടയിലുള്ള ക്രൂഷ്യൽ ലിങ്ക് ആണ് ബിറ്റ്വീൻ ഗ്ലൈക്കോളിസിസ് ആൻഡ് ദ നെക്സ്റ്റ്. ആൻഡ് അസറ്റൈൽ CoA ഉണ്ടാക്കാനായിട്ട് ഫാറ്റിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അസറ്റൈൽ CoA ടു പൈറുവേറ്റ് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. സോ ദിസ് ഈസ് ഓൺലി ഒരു റിവേഴ്സിബിൾ സ്റ്റെപ്പ് ആണ്. ഒരിക്കൽ അസറ്റൈൽ CoA ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും പൈറുവേറ്റിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് കൊഴുപ്പിൽ നിന്ന്, ഫാറ്റിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് ഓർ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തതിന് കാരണം ഇതാണ്. പക്ഷേ ഫാറ്റിന്റെ നമുക്കറിയാം ഔട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആയിട്ടുള്ള പ്രൊപ്പിയോണേറ്റിൽ നിന്നും അല്ലെങ്കിൽ ഗ്ലിസറോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഫാറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഗ്ലൂക്കോനിയോജനിസിസ് ആണ്. ഇനി ഈ സ്റ്റെപ്പ് പൈറുവേറ്റിൽ നിന്ന് അസറ്റൈൽ CoA ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് ഇവിടെ ഒരിക്കൽ തടസ്സപ്പെട്ടു എന്ന് വിചാരിക്കുക. തടസ്സപ്പെട്ടാൽ എന്ത് പറ്റും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാകുന്നത് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ ATP ജനറേഷൻ കുറയും. കാരണം ഇവിടെ നിന്ന് നമ്മളിപ്പോൾ 5 ATP ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞു. ATP കുറയും. സോ ഡിക്രീസ്ഡ് ATP, എനർജി കുറവായിരിക്കും, ഡിക്രീസ്ഡ് എനർജി. ATP ജനറേഷൻ കുറയുന്നു, എനർജി, ആൾക്കൊരു ക്ഷീണമായിരിക്കും അല്ലെ കാണും. മാത്രമല്ല അപ്പൊ പൈറുവേറ്റ് ഇവിടെ കെട്ടിക്കിടക്കും. പൈറുവേറ്റ് കൂടുതലായിട്ടുണ്ടായി കഴിഞ്ഞാൽ ദിസ് പൈറുവേറ്റ് എങ്ങോട്ടേക്ക് മാറും? ദിസ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ലാക്ടേറ്റ് ആയിട്ട് മാറും അല്ലെ. ലാക്ടേറ്റ് ആവുന്നത് ഇൻ എനൈറോബിക് ഗ്ലൈക്കോളിസിസിൽ. സോ എനൈറോബിക് ഗ്ലൈക്കോളിസിസിൽ ഈ സംഭവം ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ലാക്റ്റിക് ആസിഡോസിസ് ആയിരിക്കും ഫലം. സോ മോർ ആൻഡ് മോർ ലാക്ടേറ്റ് ഉണ്ടായി കഴിയുമ്പോൾ ലാക്റ്റിക് ആസിഡോസിലേക്ക് നയിക്കും ബിക്കോസ് ഓഫ് ഇൻക്രീസ് അനൈറോബിക് ഗ്ലൈക്കോളിസിസ്. അത് സിവിയർ സെൽ ഡെത്തും കാര്യങ്ങളിലേക്ക് ഉണ്ടാക്കാം. ഇനി ഇൻ കേസ് ഓഫ് ഇൻഹെറിറ്റഡ് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് ഡെഫിഷ്യൻസി ഉണ്ടെന്ന് വിചാരിക്കുക. പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം ഡെഫിഷ്യൻസി ഉണ്ട് ഇൻഹെറിറ്റഡ് ആണെങ്കിൽ, അപ്പൊ ഉണ്ടാവുന്ന പ്രശ്നം ന്യൂറോളജിക്കൽ ഡെഫിഷ്യൻസ് ആണ് ഉണ്ടാവുക. കാരണം ബ്രെയിനിൽ നമ്മൾ എനർജിക്ക് ഡിപെൻഡ് ചെയ്യുക. ബ്രെയിൻ എൻറ്റയർലി ഡിപെൻഡ്സ് ഓൺ ഗ്ലൂക്കോസ് ആണ്. അവിടെ ഗ്ലൂക്കോസ് കത്തിച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. ഇവിടെ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ എനർജി ഉണ്ടാവുന്നില്ല, ഗ്ലൂക്കോസിന് പ്രശ്നമാകും. സോ കൺജനിറ്റൽ ലാക്റ്റിക് ആസിഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഇത് മൂലമാണ് മിക്കവാറും ഉണ്ടാവുക. ആൻഡ് ഈ കണ്ടീഷൻസ് വളരെ റെയർ ആണ് ബിക്കോസ് ഓഫ് PDH ഡെഫിഷ്യൻസി ഇൻഹെറിറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. Then there are certain chemicals like arsenite, then mercuric ions. So ഇവയ്ക്കൊക്കെ ഈ ലിപ്പോയിക് ആസിഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലിപ്പോയിക് ആസിഡിന്റെ SH ഗ്രൂപ്പ് ഉണ്ട്, സൾഫൈഡ്രൽ ഗ്രൂപ്പിനെ തടയാനായിട്ട് പറ്റും. സോ അപ്പോൾ പൈറുവേറ്റിനെ അസറ്റൈൽ CoA ആണ് കോഫാക്ടർ ആണല്ലോ, അതിനെ തടയുമ്പോഴത്തേക്കും സംഭവങ്ങൾ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആൻഡ് ഇനി മറ്റൊരു പ്രശ്നം ആൽക്കഹോളിക്സിലാണ്. ആൽക്കഹോളിക്സിൽ എന്താണ് കുറവ്? ആൽക്കഹോളിക്സിൽ നമുക്കറിയാം തയാമിൻ കുറവാണ് അല്ലെ. തയാമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, ഡയറ്ററി ഡെഫിഷ്യൻസി ഓഫ് തയാമിൻ ഇല്ലെങ്കിൽ ആരെ ഇല്ലാത്തത്? TPP ഇല്ല. TPP നമ്മൾ ഫസ്റ്റ് കോഫാക്ടർ ആയിട്ടാണ് പറഞ്ഞത്. സോ TPP കുറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ദാറ്റ് ഈസ് തൈമിൻ പൈറോഫോസ്ഫേറ്റ് ഡെഫിഷ്യൻസി ഉണ്ടാകും. കാര്യമായിട്ട് തൈമിൻ പൈറോഫോസ്ഫേറ്റ് TPP ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രോസസ് മൊത്തം പൈറുവേറ്റ് ടു അസറ്റൈൽ CoA ഉണ്ടാകുന്നത് തടസ്സപ്പെടും. അപ്പൊ ഉണ്ടാകുന്ന ഒരു രോഗമാണ് വെർണിക്സ്, VERNICAS. വെർണിക്കേസ് കോസ്
കോർസാക്കോഫ് സിൻഡ്രോം എന്നാണ് അതിന് നമ്മൾ വിളിക്കുക. ബിക്കോസ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ദിസ് TPP, ഭയങ്കരമായിട്ടുള്ള ഡെഫിഷ്യൻസി ആണ്. അത് നമ്മൾ വെറ്റ് ബ്രെയിൻ സിൻഡ്രോം എന്നും വിളിക്കും. സോ ഇവരിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഒന്ന് ഗ്ലോബൽ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആണ്, ഗ്ലോബൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡെലീറിയം എന്ന് നമുക്ക് എഴുതാം. ദെൻ ഒപ്താൽമോഫ്ലീജിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും. ദാറ്റ് മീൻസ് ഐ മസിൽസ് പാരാലിസിസ്, അബ്നോർമൽ ഐ മൂവ്മെന്റ്സ്, ഡിക്രീസ്ഡ് വിഷൻ, അങ്ങനെയൊക്കെ ഉണ്ടാകും. ദെൻ അറ്റാക്സിയ എന്ന് പറയുമ്പോൾ ബാലൻസ് പ്രശ്നമാണ്, ഡിഫിക്കൽറ്റി ഇൻ വാക്കിംഗ്, മെമ്മറി ലോസ്, ഓർമ്മക്കുറവ് ഉണ്ടാകും, സൈക്കോസിസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. സോ ദാറ്റ് ഈസ് വൺ കേസ് കോർസാക്കോഫ് സിൻഡ്രോം എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ഡിക്രീസ് TPP. സോ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലിനിക്കൽ പ്രോബ്ലംസ് ആൻഡ് കണ്ടീഷൻസ്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.